കുടിക്കാനല്ലേ? വയസ്സായ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും പിന്നെ ആരാ മറ്റൊരു സഹായം? കിട്ടുന്ന കാശ് മുഴുവൻ കുടിച്ചു തീർക്കും. ഈ വീടിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനെന്നെ ഇട്ടിങ്ങനെ ശിക്ഷിക്കുന്ന മനുഷ്യ? പെട്ടെന്നൊരു ക്ഷീണം. എന്താ തൊട്ടില് കെട്ടാനായിട്ട് ഇങ്ങനെ. ആർക്ക്? നിനക്കോ? അല്ല, കുട്ടിയൊക്കെ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, അച്ഛൻ വിട ചോദിക്കുകയാണ്. നിങ്ങളുടെ അമ്മ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം. ആ രാക്ഷസിയുടെ ദ്രോഹം സഹിച്ച ഒരു അടിമയെ പോലെ ജീവിക്കാൻ ഇനിയും എനിക്ക് സാധ്യമല്ല. എന്റെ മരണത്തിന് ഉത്തരവാദി അവൾ മാത്രമാണ്. ഈ കത്ത് അവൾ മറച്ചാലും നിങ്ങൾ സ്റ്റേഷനിൽ പോയി ബൽറാം സാറിനോട് പറയണം. 1000 ഉമ്മകളോടെ നിങ്ങളുടെ പരേതനായ അച്ഛൻ. എന്തിനാ താച്ചാണ് ഇത്രയൊക്കെ സഹിച്ചിട്ട് നാറിക്ക് വേണ്ടി ഒന്ന് പോകുന്നത്? ഇനി ഇവിടെ ഉപദ്രവിച്ചാലുണ്ടല്ലോ, ആത്മഹത്യാശ്രമത്തിന് നിന്റെ പേര് ഞാൻ കേസെടുക്കും. ഈ കത്തതിന് തെളിവാണ്, മനസ്സിലായോ? നിന്റെ ബർത്ത്ഡേ ആണ്, പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആരെയും കാണുന്നില്ലല്ലോ. വേറെ ബന്ധത്തിലും കുടുംബത്തിലും പെട്ടവരായിട്ട് ആരും ഇല്ലെന്ന് സാറിന് അറിയാലോ. ഇരിക്കൂ സാർ. ജാനകിയമ്മേ, കഴിക്കാൻ വല്ലതും എടുക്കട്ടെ സാർ? തണുത്ത എന്തെങ്കിലും? ഈ സമയത്ത് തണുത്തതല്ല, ഹോട്ടാണ് ഞാൻ കഴിക്കാറ്. അതിപ്പോ ബുദ്ധിമുട്ടാണേ വേണ്ട, എനിക്ക് പോണം. സാർ സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സാർ ഇരിക്കണം പ്ലീസ്. അത് ഞാൻ പറയുന്ന കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്തിടെ എന്നെ ശിക്ഷിക്കരുത്. എന്നോട് പിണങ്ങരുത്. സോഷ്യൽ എത്തിക്സ് ഒന്നും അത്രയ്ക്ക് പരിചയമില്ലാത്തൊരു പെണ്ണിന്റെ ബുദ്ധിമോശം എന്ന് കരുതിയാൽ മതി. മുഖവരെയൊന്നും വേണ്ട, കാര്യം പറയും. സാർ, എന്നെ കല്യാണം കഴിക്കൂ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിനക്ക് ഓർമ്മയുണ്ടോ? നീ എന്റെ കോട്ടേഴ്സിൽ വന്ന് ബഹളം വെച്ച ദിവസം അന്ന് എനിക്ക് തോന്നിയാ നീ ഒരു വട്ടാണ്. അല്ലെങ്കിൽ ഈ ഇഡിയോട്ടിക് പ്രപ്പോസൽ നിന്റെ ഒരു അതിബുദ്ധിയാണ്. അയ്യോ, അതല്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നിന്റെ രക്ഷയ്ക്ക് ഒരു ആണിന്റെ സഹായമാണ് ആവശ്യമെങ്കിൽ ഭർത്താവിന്റെ പദവിയൊന്നും വേണ്ട, അല്ലാതെ ഞാൻ സഹായിക്കാം. അതല്ല, കുടുംബം നടത്താനാണെങ്കിൽ യോഗ്യതയുള്ള ആണുങ്ങൾ വേറെ കാണും, അന്വേഷിക്കണം. അറിയാത്തൊരാളുടെ യോഗ്യത എങ്ങനെ നിശ്ചയിക്കും സാർ? അയാൾ വരുന്നത് എന്റെ സ്വത്ത് കണ്ടോ ശരീരം മോഹിച്ചോ ആണെങ്കിൽ രണ്ടും കിട്ടിക്കഴിയുമ്പോ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എനിക്ക് അടുത്ത് പരിചയമുള്ള ഇഷ്ടവും വിശ്വാസമുള്ള ഒരാളോടൊപ്പം ജീവിക്കാനുള്ള മോഹം കൊണ്ട് തന്നെ ചോദിക്കുക. മറ്റൊരാൾ അന്വേഷിക്കാനില്ലാത്തതുകൊണ്ടാ നേരിട്ട്. സാർ കരുതുന്ന തരത്തിൽ ഞാനൊരു എക്സെൻട്രിക് അല്ല. ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള സ്വത്തുണ്ട്. ഒറ്റപ്പെട്ടു കഴിയുന്ന സാറിനും ഒരു കല്യാണം ആവശ്യമല്ലേ? ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? എനിക്കൊരു മകളുണ്ട്. മകൾ എനിക്കൊരു പ്രശ്നമല്ല. അവളെ കയ്യിലെടുത്ത് ചീപ്പ് സെന്റിമെന്റ്സ് പ്ലേ ചെയ്ത് നിങ്ങളെ വശത്താക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. അമ്മയില്ലാത്ത കുട്ടിയെ നിങ്ങൾ ലാളി ചിലപ്പം വഷളാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ മാനേജ് ചെയ്തോളാം. മകളെ അല്ലേ പറ്റൂ, അവളുടെ അമ്മയുടെ കാര്യമോ? അമ്മയോ? സീതയെ നീ കണ്ടിട്ടുണ്ടല്ലോ, കൂടുതൽ കേട്ടിട്ടുണ്ടാവും. അന്ന് നീ പറഞ്ഞില്ലേ നാട് നീളെ വ്യഭിചരിച്ച് നടന്നവളെന്ന്. അയ്യോ സാർ, അത് ഞാൻ ദേഷ്യത്തിന്. ശരിയാ. എന്നിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സീത എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. സഹതാപം, കടപ്പാട്, സ്നേഹം കൊണ്ടല്ല, തീർച്ച. പിന്നീട് തെറ്റാണെന്ന് എനിക്ക് തോന്നി. കേസും ലോക്കപ്പും ജയിലുമായി കഴിഞ്ഞ അന്ന് എന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ആവശ്യമില്ലാതെ ഞാൻ സീതയെ സംശയിച്ചു. അവളുടെ പൂർവ്വകഥകൾ പറഞ്ഞ് കൂടുതൽ വൈരാഗ്യത്തോടെ ഞാൻ അവളെ ദ്രോഹിച്ചു. മനസ്സും ശരീരവും ഒരുപോലെ വേദനിപ്പിച്ചു. എന്നിട്ടും അവൾ എന്നെ വിട്ടുപോയില്ല.
അവളുടെ മുമ്പ് ഞാൻ തോക്കുകയായിരുന്നു. പിന്നീട് കുറ്റബോധം കൊണ്ടാവാം ഞാൻ സീതയെ കൂടുതൽ സ്നേഹിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തതുപോലെ സീതയും ഞാനും എൻ്റെ മോളും. കേസിന്റെ വിധി എനിക്ക് അനുകൂലമായിരുന്നു. വീണ്ടും ഞാൻ ജോലിയിൽ ചേർന്നു. ഒരവധിക്ക് ഞങ്ങൾ ഒരുമിച്ച് കേസിന്റെ വിധി എനിക്ക് അനുകൂലമായപ്പോൾ ഞാൻ വെടിവെച്ചു വന്ന സത്യരാജന്റെ ആളുകൾ എന്നോട് പകവിട്ടുകയായിരുന്നു. പക്ഷേ എനിക്ക് പകരം അവള് മരിച്ചു. എന്നാലും സീത ഇന്നും എന്റെ മനസ്സിലുണ്ട്. അവളോടൊപ്പം കഴിഞ്ഞ ഓർമ്മയിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ആ സ്ഥാനത്ത് മറ്റൊരാളെ സ്വീകരിക്കാൻ എനിക്കാവില്ല. പ്രീതിക്ക് എന്നോട് വിരോധം തോന്നരുത്. ഇല്ല സാർ, മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മകളിൽ ആയുഷ്കാലം മുഴുവൻ കഴിയാനുറച്ച പുരുഷനോട് ഒരു സ്ത്രീക്കും വിരോധം തോന്നില്ല. ഐ അഡ്മയർ യു മോർ സാർ. എന്താ കൃഷ്ണപിള്ള വധക്കേസിലെ തെളിവുകളും രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളും അടങ്ങിയ ഫയലാണിത്. എന്തിനാ ഇത് ഇവിടെ തരുന്നത്? സാർ ആ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചില്ലേ? അവർക്ക് ആവശ്യമുണ്ടാവും തെളിവ് നശിപ്പിക്കാനെങ്കിലും. ഐ ഹാവ് ഓൺലി വൺ റിക്വസ്റ്റ് യു സർ. ഡിക്രൂസിൽ നിന്ന് പിടിച്ചെടുത്ത പണവും ആഭരണങ്ങളും അതിന്റെ ഉടമ ആ പാവം പെണ്ണിന് തിരിച്ചു കൊടുക്കണം. മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും. ബാലു നിക്ക്. എന്ത് വൃത്തിയാണോ താൻ പറയുന്നത്? കേസ് കഴിയാതെ തൊണ്ടി മുതൽ മടക്കി കൊടുക്കാൻ പറ്റുമോ? എന്ത് കേസ്? കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ചു കൊടുത്ത ഡിക്രൂസിനെയും ഈ കേസിലെ പ്രധാന സാക്ഷി രാജമ്മയും വെറുതെ വിട്ടില്ലേ? നീ ആ കമ്മീഷണർക്ക് ചൊറിഞ്ഞു കൊടുക്ക്. എന്നെ അതിന് കിട്ടുകയല്ല. കടപ്പുറത്തുകാരി രാജമ്മ പുറത്തിറങ്ങിയില്ലേ? നാളെ നമുക്കെതിരെ അവൾ സാക്ഷി പറയാൻ ഇടവരരുത്. നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യേ, ഞാനില്ല. വെള്ളത്തിന്റെ നടുക്ക് കഞ്ഞിയും കുടിച്ച് ഉണക്കമീനും ചുട്ടുവെന്ന് കൂടാൻ. വാടി. രാജമ്മ എന്നാ சொல்றா? അവള് വരും.
തന്നത് ആരാണെന്ന് അന്വേഷിക്കണ്ട. നാളെ നിങ്ങൾക്ക് ഇവിടെ ചരക്കെത്തുന്നുണ്ടെന്നും സഹദേവൻ വഴിയാണ് ഇടപാട് നടക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു. ഇത്രയും കാലം നിങ്ങളെ വിശ്വസിച്ചതിന്റെ കൂലി. അതിന് എന്നോട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. മിസ്റ്റർ ഷാ നേരിട്ടാണ് സഹദേവനെ ഏൽപ്പിച്ചത്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് എത്ര ലക്ഷം രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ടു. അതാവും കാരണം. എന്നാലും മാഡം, ഇയാളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അടുത്ത തവണ മിസ്റ്റർ ഷായോട് ഞാൻ പറയാം. അങ്ങനെ സമാധാനിക്കാം. വേറൊന്നും ചെയ്യാനൊക്കില്ലല്ലോ. എന്താ ഇയാൾ? ഓ, ഒരു പരാതി. പോട്ടെന്നേ, നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? പുലർച്ചയ്ക്ക് ലോഞ്ച് പുറംകടലിലെത്തും. അവിടുന്ന് കരയിലേക്ക് കടത്താൻ വലക്കാരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നാടൻ വള്ളത്തിൽ. സൂക്ഷിച്ചു വേണം. ഒരിക്കൽ പിഴച്ചാൽ പിന്നീട് അവസരം കിട്ടിയെന്ന് വരില്ല. ഹുസൈൻ സാഹിബിന് അതാണ് പറ്റിയത്. മേലിൽ ഒരു ഡീലിങ്സും അയാളെ ഏൽപ്പിക്കില്ല. എന്താ ഹുസൈൻ സാഹിബ് പതിവില്ലാതെ ഈ വഴിക്ക്? പറയാണ്ട് സ്വകാര്യ. വരൂ. സാറിനെ അയാൾ പറഞ്ഞു പറ്റിച്ചതാണ്. നമ്മൾ വെറുതെ വേഷം കെട്ടി കാത്തു കിടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ പൊന്നും വെള്ളിയൊന്നും ആരും ഇറക്കില്ല. എന്താ അവിടെ? അവിടെ ഏതോ ഒരു പെണ്ണ് ചത്ത് കിടപ്പുണ്ട്. ഇന്ന് തന്നെ പണി തീർക്കണം. നാളെ കുട്ടികൾക്ക് എക്സ്കർഷന് പോകാനുള്ളതാണ്. ശരി മേഡം. എന്തായി? കടപ്പുറത്ത് നാട്ടുകാരും പോലീസുകാരും ഉം. ആ ഡിക്രൂസിന്റെ പെണ്ണ് രാജമ്മയുടെ ശവം അടിഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിനെ അവൻ കൊന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. അതിരിക്കട്ടെ, നമ്മുടെ കാര്യം പറ. ഇനിയിപ്പോ ആളൊഴിഞ്ഞ തോണി അടുപ്പിക്കാൻ ഒക്കൂ. വേണ്ട, ലോഞ്ച് കൊയിലാണ്ടിക്കോ തലശ്ശേരിക്കോ പോട്ടെ. അവിടെ ഇറക്കിയാ മതി. അല്ല മാഡം, ഇവിടെ എല്ലാ ഏർപ്പാടും പറഞ്ഞതനുസരിക്കുക. നിങ്ങളൊന്നും പറയണ്ട. ശിപായി മുതൽ കസ്റ്റംസ് കളക്ടർ വരെ കോമാളി വേഷം കെട്ടി ചേർത്തിട്ട്. അതിന് കാരണം മനസ്സിലായില്ലേ? കടപ്പുറത്ത് പോലീസുകാരെ കണ്ടപ്പോ ബോട്ടുകാർ വിട്ടുപോയതാവും. എന്നാലും മടങ്ങി വരാതിരിക്കില്ല. ഞാനിപ്പറയുന്നത് അതിലും വലിയൊരു കാര്യമാണ്. ഇവിടെ കൊണ്ടുവന്ന സ്വർണത്തിന് പകരം അവർക്ക് തിരിച്ചയക്കാനുള്ളത് ഡ്രഗ്സ് ആണ്, മയക്കുമരുന്ന്. അവർക്കത് ഗോവയിൽ നിന്നും കയറ്റാനാണ് പ്ലാൻ. ഗോവ എനിക്ക് കേൾക്കണ്ട. സത്യമാണ് സാർ ഞാൻ പറയുന്നത്. ഞാൻ വിശ്വസിക്കില്ല. ഞങ്ങളുടെ സെറ്റ് മറ്റൊരിടത്തേക്ക് തിരിച്ച് നിങ്ങൾ വേറെ കാര്യം സാധിക്കും. അതല്ലേ പ്ലാൻ? നടക്കില്ല. മിസ്റ്റർ നമ്പ്യാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണ്ട. മേലിൽ ഇത്തരം കെട്ടുകഥകളുമായി എന്റെ മുമ്പിലേക്ക് വരരുത്. പോണം മിസ്റ്റർ. ഇവരെ കൊണ്ടും കാര്യമില്ല. നാളെ ആ പൊടി അവരിവിടുന്ന് കടത്തിയ ഞാൻ തോൽക്കും. അത് സമ്മതിക്കരുത്. നേരിട്ട് എതിർത്താലും കുഴപ്പമില്ല മുരളി. ഒറ്റ വഴിയുള്ളൂ. ഇൻസ്പെക്ടർ ബലറാം. ഇന്നും മാഡത്തിനും സഹദേവനും വഴങ്ങാതെ നിൽക്കുന്ന ഒരേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നീ അയാളെ പോയി കാണണം. ഞാനോ? എന്നെ കാണുമ്പോഴേ ആ കരടിക്ക് കലി കയറും. പേടിക്കണ്ടോ? കരടിയാണെങ്കിലും ഓൻ നെറിയുള്ളവനാ. ഈ ബലറാമിനെ കണ്ട് കാര്യം പറയും. എന്താടോ സാർ, എനിക്ക് താൻ ആ ഹുസൈൻ സാഹിബിന്റെ ഡ്രൈവർ അല്ലേ? അന്നത്തെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉം. പുറത്തറിഞ്ഞ തലപോകുന്ന കേസാ. നാളെ ഇവിടുന്ന് സഹദേവന്റെ പാർട്ടി ഗോവയിലേക്ക് കുറെ പൊടി കൊണ്ടുപോകുന്നുണ്ട്. എന്ത് പൊടി? മരുന്ന്, മയക്കുമരുന്ന്. മാഡത്തിന്റെ സ്കൂൾ കുട്ടികളെ നാട് കാണിക്കാൻ കൊണ്ടുപോകുന്ന ബസ്സിലാ. എടോ തോന്നെ സത്യമാണ് സാർ.